അയോഗ്യനാക്കാനുള്ള സാഹചര്യം പരിശോധിക്കുന്നു എന്നാണ് സ്പീക്കർ പറയുന്നത്. CPM അങ്ങനെ ഒരു ആവശ്യം നിയമപരമായിട്ട് പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയല്ലേ. ജനങ്ങൾ കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഇതിനിപ്പം മൂന്നാമത്തേലേ, ഇനി 18 വരാൻ സാധ്യതയുണ്ടല്ലോ. എല്ലാം കൂടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് 1, 2, 10, 15 ഒന്നുമല്ലല്ലോ. 10-18 കേസ് സംബന്ധിച്ച് അന്നേ പറഞ്ഞാണ്. അപ്പോൾ ഇത് 3 ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. നിലപാടാണോ CPM-നുള്ളത്? ഞങ്ങളതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ജനം കാണണ്ട. പിന്നെ ഇനി അയോഗ്യനാക്കിയാലും രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും എല്ലാം കണക്കാണ്. ഇങ്ങനെയുള്ള എല്ലാവരെയും ആലോചിച്ച് തിരിച്ചു കൊണ്ടുവരാൻ അവർ അതന്നെ ഉദ്ദേശിക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സംഘടന അവർക്ക് മുഴുവൻ നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിച്ചു പാലക്കാട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ സ്ഥാനപ്പള്ളിയിൽ പോയിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് മാറും. അതിലൊന്നും യാതൊരു ഉളുപ്പുമില്ല. കോൺഗ്രസിൻ്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുൽ ഉള്ളത്. അന്നും അതെ ഇന്നും അതെ. യെസ്.